ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതിടെയാണ് പ്രധാനമായിട്ട് മഹാപുരോഹിതൻ്റെ സ്ഥാന വസ്ത്രങ്ങളെ നമ്മൾ കാണുവാനിടയായിത്തീർന്നത്. മഹാപുരോഹിതൻ്റെ സ്ഥാന വസ്ത്രങ്ങൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് നമ്മൾ വസ്ത്രങ്ങളെ തിരിച്ചു. ഒന്ന്, അകമേ ധരിക്കുന്ന വസ്ത്രം. രണ്ട്, അതിന് പുറമേ ധരിക്കുന്ന വസ്ത്രം. അകമേ ധരിക്കുന്ന വസ്ത്രം പ്രധാനമായിട്ട് സാധാരണപ്പെട്ട ലേവിയ പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രമാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. 4 വിധ വസ്ത്രങ്ങളാണ് അകമേ ധരിക്കുന്നത്. ഒന്ന്, ആദ്യമായിട്ട് താൻ ധരിക്കുന്നത് കാൽച്ചട്ട. 2, അതിന് പുറത്തായിട്ട് അങ്കി, പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി. 3, പഞ്ഞുനൂൽ കൊണ്ടുള്ളായിരിക്കുന്ന ഒരു നടുക്കെട്ട്. 4, തലയിൽ തൊപ്പി. 4 വിധ വസ്ത്രങ്ങളാണ് സാധാരണപ്പെട്ട ലേവിയ പുരോഹിതൻ ധരിക്കേണ്ടത്. എന്നാൽ പ്രധാനമായിട്ട് മഹാപുരോഹിതൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അതിൻ്റെ പുറത്ത് തുടർന്ന് 4 വസ്ത്രങ്ങളുടെ ധരിക്കേണ്ടി വരുന്നു. അതിലാദ്യമായിട്ട് താൻ ധരിക്കുന്നതാണ് ഈ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കിക്ക് മുകളിലായിട്ട് ധരിക്കുന്ന ഒരു നീളക്കുപ്പായം. അത് ബ്ലൂ കളർ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട നൂലിനാലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ബ്ലൂ കോട്ട് എന്ന് പറയുന്നു. അതിൻ്റെ പുറത്ത് ധരിക്കുന്നതാണ് എഫോദ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. 5 വിധ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഒന്ന്, ചുവപ്പ് നൂല്, നീലനൂൽ, ധൂമ്പ നൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂല്, പൊന്ന് എന്നീ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എഫോദ് എന്ന് പറയുന്നത്. എഫോദിൻ്റെ തൊട്ട് ഫ്രണ്ട് ഭാഗത്ത് ഉള്ളതായിരിക്കുന്ന അടുത്ത പോർഷനാണ് ന്യായവിധി പതക്കം, ബസ് പ്ലേറ്റ്. അതൊരു പോക്കറ്റ് പോലെയാണെന്ന് ഞാൻ പറയുണ്ടായി. അതിൻ്റെ പുറത്ത് 12 രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 കല്ലുകൾ വെച്ചിട്ടുണ്ട്. പിന്നീട് മഹാപുരോഹിതൻ്റെ തലയിൽ വെക്കുന്നതായിരിക്കും തൊപ്പി. അത് വെറും തൊപ്പിയായിട്ടല്ല, ആ തൊപ്പിയുടെ മുകളിൽ വെക്കുന്ന കിരീടം, അതാണ് ഡയഡം. ഈ 4 വസ്ത്രങ്ങളാണ് 4 വിധ കാര്യങ്ങൾ കൊണ്ടാണ് മഹാപുരോഹിതനെ അലങ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് പ്രധാനമായിട്ട് കാൽച്ചട്ട എന്നുള്ള വിഷയത്തിലാണ്. നമ്മൾ വളരെ ആഴത്തിൽ ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അഹരോൻ മഹാപുരോഹിതനായിരിക്കുമ്പോൾ അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ മറ്റ് മഹാപുരോഹിതന്മാരെക്കാൾ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിലാണ് യേശു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കാർക്കും ചെയ്യുവാൻ സാധിക്കുന്നതല്ല കർത്താവായ യേശു ചെയ്തത്. ഒരു മഹാപുരോഹിതനെ കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് അക്ഷരികമായിട്ട് അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിനാൽ നിവർത്തിക്കപ്പെടുവാനിടയായി. കാരണം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കാൽച്ചട്ട എന്നുള്ള വിഷയമാണ്. എന്താണ് കാൽച്ചട്ടയുടെ പ്രത്യേകത? പ്രധാനമായിട്ട് അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പുരോഹിതൻ്റെ നഗ്നത മറയ്ക്കുവാൻ, നാണം മറയ്ക്കുവാൻ. അതിൽ കൂടെ നമ്മൾ 2-3 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്ന രാത്രിയിൽ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ പോകുകയാണ്. അതിനാധാരമായിട്ട് ഒരിക്കൽ കൂടെ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 38 to 42. Exodus 28 verse number 38 to 42. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം നിങ്ങൾ ഹെഡിങ് നോട്ട് ചെയ്താട്ട് ഫൈൻ ലിനൻ കോട്ട്, ഉള്ളങ്കി. ഫൈൻ ലിനൻ കോട്ട്, ഉള്ളങ്കി. എന്താണ് പുരോഹിതൻ്റെ ഉള്ളങ്കിയുടെ പ്രത്യേകത? വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ 39-ാമത്തെ വാക്യം വേഴ്സ് 39. എന്തുകൊണ്ട് അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു? പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കി ഉണ്ടാക്കണം. പഞ്ഞിനൂലാണ് ഫൈൻ ലിനൻ, അതാണ് അതിൻ്റെ മെറ്റീരിയൽ. ഫൈൻ ലിനൻ ആ ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ പ്രത്യേകത പറയുന്നുണ്ട്. ഒരിക്കൽ കൂടെ വേഴ്സ് 39. പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കി, വിചിത്രപ്പണിയായി എംബ്രോയിഡറി വർക്ക്,
അപ്പോൾ ഇത് വെറും പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു അങ്കിയല്ല, അതിൽ തന്നെ എന്തോ ഉണ്ട്, എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട്. അലങ്കാരികതയോടുകൂടെയാണ് ആ വസ്ത്രം ഉണ്ടാക്കപ്പെട്ടത്. നിങ്ങൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ് ഞാൻ പറയുകയുണ്ടായി, മഹാപുരോഹിതന്റെ വസ്ത്രം മഹത്വത്തിനും അലങ്കാരത്തിനുമായിരിക്കുന്ന പോലെ തന്നെ സാധാരണപ്പെട്ട ഒരു ലേവ്യ പുരോഹിതന്റെ വസ്ത്രവും അലങ്കാരത്തിനും മഹത്വത്തിനും വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അലങ്കാരം വെളിപ്പെടുത്തുന്നത് മുഴുവൻ തൻ്റെ വസ്ത്രത്തിൽ കൂടെ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ഇവിടെ ഒരു സാധാരണപ്പെട്ട ലേവ്യ പുരോഹിതൻ ധരിക്കുന്ന ആർക്കുള്ളെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഈ ഉള്ളങ്കി എന്ന് പറയുന്നതാണ് ഏറ്റവും അകഭാഗത്തായിട്ട് കാണുന്ന അങ്കി. അത് പ്രധാനമായിട്ട് തൻ്റെ കൈ കംപ്ലീറ്റ് മൂടപ്പെട്ട് തൻ്റെ പാദങ്ങൾ വരെ നീണ്ട് കിടക്കുന്നതായിരിക്കുന്ന ഒരു അങ്കിയാണ്. ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ ഇതിന് പുറത്ത് കടന്നു വരുന്ന വസ്ത്രങ്ങളാണ്. ഏറ്റവും അടിഭാഗത്തായിട്ട് ഏറ്റവും തൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നതായിരിക്കുന്ന ഒരു വസ്ത്രമാണ് ഉള്ളങ്കി. നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ഓരോ വേർഡും നിങ്ങളായിരിക്കണം, കാരണം ഇതിനകത്തെല്ലാം സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അപ്പോൾ തൻ്റെ ശരീരത്തോടുകൂടെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു വസ്ത്രമാണ് ഉള്ളങ്കി എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? തൻ്റെ ഹോൾ ബോഡി കവർ ചെയ്യുന്നു. തലയ്ക്ക് മേളിലോട്ട് കവർ ചെയ്യുന്നല്ല പറഞ്ഞത്. പിന്നെയോ തൻ്റെ കൈ, കാലുകൾ, ശരീരം മുഴുവനായിട്ട് കവർ ചെയ്യുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ കൊടുത്തുമായിരിക്കുന്ന ഒരു വസ്ത്രമാണ് ഉള്ളങ്കി എന്ന് പറയുന്നത്. ഈ ഉള്ളങ്കി ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഒരൊറ്റ നൂല് കൊണ്ട് മാത്രമേ അത് ചെയ്യുവാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് മറ്റ് യാതൊരു കളറും പറ്റത്തില്ല. അതിൽ യൂസ് ചെയ്യേണ്ടത് പഞ്ഞിനൂല് കൊണ്ടാണ്, നേർമയുള്ള പഞ്ഞിനൂൽ, ഫൈൻ ലിനൻ. അതുകൊണ്ടാണ് ഈ വസ്ത്രം നെയ്യുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ ഈ വസ്ത്രം പഞ്ഞിനൂൽ കൊണ്ട് നെയ്യപ്പെടുമ്പോൾ തന്നെ ആ പഞ്ഞിനൂൽ കൊണ്ട് പല ആർട്ട് വർക്ക് അതിന്മേൽ ചെയ്യുവാനായിട്ട് സാധിക്കും. എംബ്രോയിഡറി വർക്ക്സ് അതിനെ ചെയ്യുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി എത്രമാത്രം മനോഹരമായിരിക്കുന്നുവോ അതിനെ വീണ്ടും മനോഹരമാക്കുന്ന ഒന്നാണ് ഈ എംബ്രോയിഡറി വർക്ക്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം തനിക്ക് എത്രമാത്രം ബ്യൂട്ടിഫൈ ആകുന്നുവോ അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് വീണ്ടും തന്നെ അലങ്കരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ എംബ്രോയിഡറി വർക്ക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വസ്ത്രത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പാപപരിഹാര പെരുന്നാളിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു പോകുന്നു. അന്ന് മാത്രമേ പുരോഹിതന് ആലയത്തിനകത്തേക്ക് കടക്കുവാൻ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആണ്ടിലൊരിക്കൽ 7-ാം മാസം 10-ാം തീയതി. ഈ 7-ാം മാസം 10-ാം തീയതി പുരോഹിതൻ ആലയത്തിനകത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുമ്പോൾ താൻ മസ്റ്റായിട്ട് ധരിക്കേണ്ട വസ്ത്രമാണോ നമ്മൾ ഈ പറഞ്ഞ വസ്ത്രം. അതിൻ്റെ മുകളിലുള്ളതായിരിക്കുന്ന ഓവർ കോട്ട്സ്, ഓവർ ഗാർമെന്റ്സ് പുരോഹിതനോ ആ പർട്ടിക്കുലർ ദിവസം ധരിക്കുവാനായിട്ട് കൽപ്പനയില്ല. പുരോഹിതൻ ധരിക്കേണ്ടത് പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ട്, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന അങ്കി, പഞ്ഞിനൂൽ കൊണ്ടുള്ള തൊപ്പി, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന നടുക്കെട്ട്. ഇതാണ് അന്നത്തെ പുരോഹിതന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഒരു അറ്റോൺമെന്റുമായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചു നിങ്ങളായിരിക്കണം. അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്, പാപപരിഹാരം, വീണ്ടെടുപ്പ്. അങ്ങനെയെങ്കിൽ ഈ വസ്ത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വീണ്ടെടുപ്പുമായിരിക്കുന്ന ബന്ധത്തിൽ ഇതായിരിക്കുന്നുവെന്ന് കാണുവാൻ സാധിക്കും. ഇത് ഒരു സാധാരണപ്പെട്ട വിലയില്ലാത്തൊരു വസ്ത്രമല്ല. പിന്നെയോ ഇത് അലങ്കരിക്കുവാൻ, ഇത് ഉപയോഗിക്കുവാൻ ദൈവം പ്രത്യേകമായിരിക്കുന്ന വ്യവസ്ഥകളെ നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. 39-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 39 വേഴ്സ് നമ്പർ 27 to 29. അവിടെ എങ്ങനെ അത് ഉണ്ടാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേഴ്സ് ലേവ്യ പുസ്തകം 8-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 6, 7, 8. 6, 7, 8, 9 വാക്യം. മോശ അഹരോനെയും അവരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുമ്പോൾ മോശ അവരെ വിളിക്കുകയാണ്. സമാഗമന കൂടാരത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരെ വെള്ളം കൊണ്ട് കഴുകി
അവനെ ഉള്ളങ്കി ഇടിവിച്ചു. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഉള്ളങ്കി എന്നെങ്ങനെയെങ്കിലും യൂസ് ചെയ്യുവാൻ വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ഈ ഉള്ളങ്കി ധരിക്കുന്നതിന് മുമ്പായിട്ട് അഹരോൻ തന്റെ അഹരോന്യ പൗരോഹിത്യ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പായിട്ട്, ഒരു ലേവിയ പുരോഹിതൻ തന്റെ ലേവിയ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പായിട്ട് താൻ ആദ്യമായിട്ട് താൻ കുളിച്ചിട്ട്, അഥവാ ഒരു ശുദ്ധീകരണം വന്നതിന് ശേഷം മാത്രമേ ഇത് ധരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇതെന്ന് പറയുന്നത് അതിവിശുദ്ധമാണ്. വായിച്ചോട്ട് ലേവിയ യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് കടന്നു വരുമ്പോൾ യെരൂശലേമിൽ പണിയപ്പെടുന്ന ദേവാലയവും അന്ന് അവിടെ ചെയ്യുന്ന യാഗങ്ങളും അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സാദോക്ക് എന്ന പുരോഹിതന്മാരുടെ മക്കളും ഇവരെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് 44-ാം അധ്യായം പഠിപ്പിക്കുന്നത്. ഇത് യെഹെസ്കേൽ ചാപ്റ്റർ 44. ശ്രദ്ധിക്കുക, ആ ഭാഗം പഠിപ്പിക്കുന്നത് ഈ പഴയ നിയമത്തിന്റെ ഒരു ആരാധന എന്നുള്ള വിഷയമല്ല. പിന്നെയോ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് യേശു ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ, രാജാവായിട്ട് ഭരിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, യേശു യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് യെരൂശലേം ദേവാലയത്തിൽ ആരാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടത്? വേദപുസ്തകം പറയുന്നു സാദോക്ക് എന്ന് പറയുന്ന പുരോഹിതന്റെ മക്കളാണ് ഇത് കഴിക്കേണ്ടത്. എന്തുകൊണ്ട് സാദോക്കിനെ തെരഞ്ഞെടുത്തു? യെരമ്യാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് അടിമകളായി പോയപ്പോൾ അന്ന് എല്ലാ പുരോഹിതന്മാർ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പോയപ്പോഴും സാദോക്കിന്റെ മക്കളാണ് ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ടിടയായിത്തീർന്നത്. ദൈവം അത് മുൻപിൽ കണ്ടുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും നിത്യതയോളം, അഥവാ ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും ഇത് അവകാശമായി തരികയാണ്. നീ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യും. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ യെരൂശലേം ദേവാലയത്തിനകത്ത് പണി ചെയ്യുവാൻ തക്കവണ്ണം, ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് സാദോക്ക് എന്ന പുരോഹിതന്റെ മക്കൾ. ഈ പുരോഹിതനെ കുറിച്ച് ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന വിഷയത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. വായിച്ചാട്ട് അതിൻ്റെ 44-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 17. വേഴ്സ് 19-2, 17-19 വാക്യം. അവർ പുറത്തെ പ്രാകാരത്തിലേക്ക് തങ്ങളുടെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടതിനോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇവർ അകത്തോട്ട് കൊണ്ടുപോകുന്നതായിരിക്കുന്ന വസ്ത്രം, ഈ പഞ്ഞുനൂൽ വസ്ത്രത്തിൻ്റെതായിരിക്കുന്ന അതിൻ്റെതായിരിക്കുന്ന വില എത്രമാത്രം വലുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ സാദോക്കിൻ്റെ മക്കള് അകത്തോട്ട് ശുശ്രൂഷ കടന്നു പോയപ്പോൾ ധരിച്ചതായിരിക്കുന്ന പഞ്ഞുനൂൽ വസ്ത്രം അത് അകത്തോട്ട് പോയിട്ട് തിരിച്ചു വെളിയിലേക്ക് ജനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം കൊടുത്ത കൽപ്പനയാണ്, ജനത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്ത് ഇവർ തങ്ങൾ ധരിച്ച വസ്ത്രം ഊരിവെച്ച് അവിടെ ഉള്ളതായിരിക്കുന്ന വേറൊരു വസ്ത്രം ധരിച്ചാണ് ജനത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗം ഇതാണ്, തൻ്റെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം അതിവിശുദ്ധ സ്ഥലത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് പെർഫെക്റ്റ് ഹോളിനെസ് ആണ്. ഈ ഹോളിനെസ്സോടുകൂടി അവർ വെളിയിൽ കടന്നു വരുമ്പോൾ ജനം ആ രീതിയിൽ വിശുദ്ധരല്ല എങ്കിൽ ഈ വസ്ത്രത്താൽ ജനം നശിക്കുവാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും. ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രമുണ്ട്. ഈ വസ്ത്രം ആലയത്തിനകത്തേക്ക് കടന്നു പോകുമ്പോൾ ധരിച്ചിട്ട് വെളിയിലേക്ക് ജനത്തെ അനുഗ്രഹിക്കാനായിട്ട് വെളിയിലേക്ക് പ്രാകാരത്തിലേക്ക് കടന്നു വരുന്ന മുമ്പായിട്ട് അകത്ത് വെച്ച് തങ്ങൾ ഈ ധരിച്ച വസ്ത്രം ഊരി മാറ്റിവെച്ച് വേറൊരു വസ്ത്രമാണ് ധരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ധരിച്ച വസ്ത്രം വിശുദ്ധ സന്നിധിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് അതിനകത്ത് പെർഫെക്റ്റ് ഹോളിനെസ് ആണ്, വിശുദ്ധിയുണ്ട്. ഈ വസ്ത്രത്തോടുകൂടെ വെളിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ജനം അതിനനുസരണമായിട്ട് വിശുദ്ധരല്ല എങ്കിൽ വിശുദ്ധിയും അശുദ്ധിക്കും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് വിശുദ്ധി ഏത് അശുദ്ധിയുടെ മുൻപിൽ തൊടുന്നുവോ അവിടെ വെച്ച് അശുദ്ധി
മരിക്കുവാനിടയായി തീരും, അഥവാ ജനം നശിക്കുവാനിടയായി. നിങ്ങൾക്കറിയാം, ഇതാണ് അഹരോന്റെ 2 മക്കൾക്ക് സംഭവിച്ചത്. ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് അവർ കടന്നു ചെന്നപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ അടുക്കൽ അവർക്ക് നിൽക്കുവാൻ സാധിക്കാഞ്ഞത് കൊണ്ട് അവർ മരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്തുകൊണ്ട്? തങ്ങളുടെ അശുദ്ധി കൊണ്ട്. മോശയ്ക്ക് സംഭവിച്ച ഒരു കുഴപ്പം അതാ, മോശ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട്, തൻ്റെ അശുദ്ധി കൊണ്ട് വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുവാൻ സാധ്യമായില്ല. ഇവിടെ എല്ലാം നമ്മൾ കാണുമ്പോൾ വിശുദ്ധിയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ വിശുദ്ധിക്ക് അനുസരണമായിരിക്കുന്ന വിശുദ്ധി ഇല്ല എങ്കിൽ അതാണ് പലപ്പോഴും നമ്മെ നശിപ്പിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ഭാഷയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കത്ത രീതിയും പറയാം. തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ഈ ദ്രവ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുകളൊക്കെ നൽകപ്പെടുന്നു. എന്തുകൊണ്ട്? ഇതൊരു പക്ഷെങ്കിൽ ഈ ലോകത്തിന്റെ മനുഷ്യർ പാപ പങ്കിലമായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കാം. എന്നാൽ ഇത് ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി വേർപെടുത്തി ദൈവിക ശുശ്രൂഷൻ അത് കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി, ദൈവമേ നീ ഇതിനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്താൽ അത് അനുഗ്രഹിക്കപ്പെട്ടു എങ്കിൽ അത് വിശുദ്ധമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ വിശുദ്ധ ദ്രവ്യങ്ങൾ ഭക്ഷിക്കണമെങ്കിൽ ഈ എടുക്കുന്നവരും ആരായിരിക്കണം? വിശുദ്ധിയുള്ളവർ. അല്ലെങ്കിൽ എന്തു പറ്റും? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളായിരിക്കുന്നു, ചിലരോ മരിച്ചുപോയി, മറ്റ് പല പ്രയാസങ്ങൾക്കാകപ്പെട്ടു. എന്താ അതിന്റെ കാരണം? വിശുദ്ധിയുടെ മുൻപിൽ അശുദ്ധിയോടുകൂടെ കടന്നില്ലെന്നതുകൊണ്ട്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു പോയിന്റ്, വിശുദ്ധിയുടെ മുൻപിൽ അശുദ്ധിയോടുകൂടെ കടന്നു ചെല്ലുവാൻ സാധ്യമല്ല. ഈ പ്രത്യമായിരിക്കുന്ന ഉള്ളങ്കി എന്ന് പറയുന്നത് ദൈവം പുരോഹിതന് അത് കൊടുത്തിരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായിരിക്കുന്ന വിശുദ്ധിയുടെ ഒരു പര്യായമായിട്ടാണ് അത് നിൽക്കുന്നത്. അത് തൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രമാണ്. ഈ വിശുദ്ധിയുടെ ഒരു പര്യായമായി നിൽക്കുമ്പോൾ അതുമായിട്ട് അടുത്ത് ചെല്ലുന്നവർ വിശുദ്ധരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഈ വസ്ത്രം വെളിപ്പെടുത്തുന്നത്? ഈ വസ്ത്രം വെളിപ്പെടുത്തി ഞാൻ ആദ്യം പറഞ്ഞു, ഇത് പ്യുവർ ലിനൻ, പൂർണ്ണമായിരിക്കുന്ന പഞ്ഞിനൂലാണ്. എന്താണ് വേദപുസ്തകം പഞ്ഞിനൂലിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്? പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഒന്നാമത്തെ വസ്ത്രം എന്താണ് ധരിക്കേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞു, പുരോഹിതൻ കാൽച്ചട്ട ധരിക്കണം. പക്ഷേ കാൽച്ചട്ടയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതിനു വേണ്ടി? തൻ്റെ നഗ്നത മറയ്ക്കുവാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തൻ്റെ നഗ്നത മറയ്ക്കുന്നതിനെ കുറിച്ചല്ല. പുരോഹിതൻ തൻ്റെ ശരീരത്തെ പരിപൂർണമായിട്ട് മൂടുവാൻ തക്കവണ്ണം ദൈവത്താൽ കൊടുക്കപ്പെട്ട ഒരു വസ്ത്രമാണ് ഈ ഉള്ളങ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉള്ളങ്കി എന്തിനെയാണ്? ഈ ഉള്ളങ്കി തൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നുവെങ്കിൽ എന്താണ് ദൈവം അവിടെ ആ പ്രത്യേകമായ വസ്ത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു വാക്യം 132 സങ്കീർത്തനത്തിന്റെ 9ാമത്തെ വാക്യം, Psalms 132 verse number 9. അവിടെ പറയുന്നു, നിന്റെ പുരോഹിതന്മാർ എന്ത് ധരിക്കണമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കണം. എന്താണ് തന്നെ കവർ ചെയ്യുന്ന വസ്ത്രം? എന്താണ് തന്നെ മൂടേണ്ടത്? പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആധികാരികമായിട്ട് ആവശ്യമായിരിക്കുന്ന ആദ്യത്തെ വസ്ത്രമാണ് നീതി എന്ന് പറയുന്നത്. നീതി എന്നുള്ള വസ്ത്രം. നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൽ പ്യുവർ ലിനൻ എന്ന് പറയുവാൻ സാധിക്കുന്നത് ഒരൊറ്റയാൾക്ക് മാത്രമേ ഉള്ളൂ. ആരമരക്ഷിതമായ യേശുവിന് മാത്രം. കാരണം എന്താ അതിൻ്റെ കാരണം? ബാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ ജന്മനായെങ്കിലും പാപങ്ങൾ കടന്നു. ആദാമേ പാപം സകല മനുഷ്യരുടെ ജീവിതത്തിലും കടന്നു വന്നു. അതുകൊണ്ട് എന്നാൽ യേശുക്രിസ്തുവിന് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ജനനം തന്നെ പാപമില്ലാത്തതായിരുന്നു. യേശുക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് യേശു ജീവിച്ചു വന്നപ്പോൾ യേശു പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല എന്നുള്ളത് അനേക സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെന്ന ഭൂതഗ്രസ്തർ ഇപ്രകാരം പറയുന്നുണ്ട്, നീ വാസ്തവമായിട്ട് നീതിമാനാണ്. ഒരു പീലാത്തോസ് തന്നെ വിധിക്കുവാൻ തക്കോണം ആക്കപ്പെട്ടതായിരിക്കുന്ന ന്യായാധിപൻ ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിനകത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനാണ്. ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ ഇപ്രകാരം പറഞ്ഞു, ഇവൻ നീതിമാനാണ്. ഇവിടെ പടയാളി, ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മുൻപിൽ നിൽക്കുന്ന പടയാളി ഇപ്രകാരം പറഞ്ഞു, ഇവൻ വാസ്തവമായിട്ട് നീതിമാനാണ്. എന്താ ഇവിടുത്തെ വിഷയം? ഞാൻ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തു നീതിമാൻ എന്നുള്ളത് വ്യക്തമായി
മൊത്തമായിട്ട് എല്ലാവരും ഒരുപോലെ സാക്ഷിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഈ മഹാപുരോഹിതൻ അഹരോനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നീതി എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഫൈൻഡ് നോ ഫോൾട്ട് ഇൻ ഹിം, കുറ്റം ഒന്നും കാണാതിരിക്കുക. അഹരോനെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കുറ്റമുണ്ട്. അഹരോനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് അഹരോനോട് ദൈവവിപ്രകാരം പറഞ്ഞു, കുഞ്ഞെ ചില കാലത്ത് 7 ദിവസത്തിലേക്ക് നീ സമാഗമ കൂടാരം വിട്ട് നീ വെളിയിൽ കടന്നു പോകരുത്. എന്നാൽ അതിനകത്ത് സംഭവിച്ച വിഷയമാണ്, തൻ്റെ മക്കൾ 2 പേരും മരിച്ചുപോയപ്പോൾ ഈ അഹരോനും മറ്റു മക്കളും ഭാരപ്പെട്ടു. എന്നാൽ അപ്പോൾ ഉടനെ ഓടിച്ചെന്ന് മോശ ചെന്ന് അവരോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതുക്കൽ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകരുത്. എന്തുകൊണ്ട്? ദൈവം നിങ്ങളെ അപാരമാക്കി. ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകളെ നമുക്ക് കാണുവാൻ സാധിക്കും, കുറവുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ കുറവില്ലാതെ നീതിയുടെ വസ്ത്രം പൂർണ്ണമായിട്ട് അലങ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരൊറ്റയൊരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ അരുമനാഥനാകുന്ന യേശു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്യുവർ ലിനൻ എന്ന് പറയുന്ന വസ്ത്രം, ഈ ഉള്ളങ്കി തൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അത് എന്തിനെ വെളിപ്പെടുത്തുന്നു? നീതിയുടെ എന്ന സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിരിക്കും ഒരു ദൈവവേല ചെയ്യുവാൻ. ഞാൻ അടുത്ത ആഴ്ചയിൽ നടുക്കെട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നതായിരിക്കും. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു നീതിയുടെ വസ്ത്രമാണ് ഏറ്റവും ആദ്യമായിട്ട് ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ഈ പ്യുവർ ലിനൻ, നീതിയുടെ വസ്ത്രം നീതിയായിട്ട് കാണുവാൻ സാധിക്കുമെങ്കിൽ ഈ പ്യുവർ ലിനനെ അലങ്കരിക്കുന്ന എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട്. അത് വീണ്ടും ഒരു അലങ്കാരമായി കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയാണ് നീതി എന്ന് പറയുന്നത്. നീതിക്ക് പിന്നാലെ എന്ത് വേണമെങ്കിലും വിശേഷങ്ങളെ നമുക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കും. നീതിയുടെ പിന്നാലെ കടന്നു വരുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ, അതിന് പിന്നാലെ കടന്നു വരുന്നത് ഗ്ലോറിഫിക്കേഷൻ എന്ന് വേണ്ട പല കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ കടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയും ആ വസ്ത്രത്തെ അലങ്കരിക്കുന്നതാണ്. എന്നാൽ ഈ വസ്ത്രത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അത് നീതിയെ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പോയിന്റ് നീതിയെ വെളിപ്പെടുത്തുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എവിടം തൊട്ട് എവിടം വരെ കവർ ചെയ്തു. തൻ്റെതായിരിക്കുന്ന ശരീരം മുഴുവൻ കിടക്കുന്ന ഒരു വസ്ത്രമാണ്. തൻ്റെ ശരീരത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു വസ്ത്രം. അത് എന്ത് ചെയ്യുന്നു? തൻ്റെ ശരീരത്തെ ആകമാനം മൂടുവാനായിട്ടിടയെത്തി എന്ന് പറഞ്ഞാൽ ഈ ശരീരം പൂർണ്ണമായിട്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു വസ്ത്രമാണ് നീതിയുടെ വസ്ത്രമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കൂടെ മാത്രമേ ആ നീതിയുടെ വസ്ത്രത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുവാനായിട്ടിടയായുള്ളൂ. ബാക്കി ആർക്കും അത് സംഭവിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഈ വസ്ത്രം തൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നത് പോലെ ഇത് ഈ നീതിയുടെ വസ്ത്രം താന് അലങ്കരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നീതി ലഭിക്കുക എന്ന് പറയുമ്പോൾ എവിടെയാണ് നീതി ലഭിക്കുന്നത്? ഫൈൻഡ് നോ ഫോൾട്ട് ഇൻ ഹിം. ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റം കാണുന്നില്ല എങ്കിൽ എന്തു വേണം? എല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം ഭംഗിയായി ചെയ്തെന്ന് പറയുന്നത് അല്ല അതിൻ്റെ ഭംഗി. പ്രതികൂലങ്ങളുടെ നടുവിൽ കുറ്റമില്ലാതിരിക്കുന്നതാണോ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പ്രതികൂലങ്ങൾ ഇഷ്ടം പോലെ കടന്നു വന്നു. എന്നെയും നിങ്ങളെയും പോലെ പാപം കടന്നു വരേണ്ടതായിരിക്കുന്ന അനേക സാഹചര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കടന്നു. ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തുവിന് പിശാചിനാൽ കടന്നു വന്ന ഒന്നാമത്തെ 3 പരീക്ഷകൾ, ആദ്യത്തെ പരീക്ഷയെ നമ്മൾ എടുത്ത് പഠിച്ചാൽ അതിൽ തന്നെ വീഴുവാനുള്ള ഇഷ്ടം പോലെ ചാൻസസ് ഉണ്ടായിരുന്നു. കാരണം അപ്പം വേണ്ടത് യേശുവിൻ്റെ ആവശ്യമാണ്. കാരണം വിശപ്പ് ആ സമയത്തുണ്ട്. എന്നാൽ ആ സമയത്ത് ആ കല്ലപ്പമായി തീരുവാൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ യേശു ഒരു പാപിയായി തീർന്നേയും. എന്നാൽ സ്വാഭാവികമായിട്ട് മാനുഷ്യമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ കല്ല് അപ്പമാകേണ്ടത് ആ സമയത്തെ തൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറയുണ്ടായി, ഭൗതിക ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപയെ യൂസ് ചെയ്യുവാനായിട്ട് യേശുക്രിസ്തുവിനെ ദുഷ്ടപിശാച് പ്രേരിപ്പിച്ചുവെങ്കിൽ ഇത് യേശു അത് മനസ്സിലാക്കി. പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ അടുത്ത് നിർത്തി മാറ്റി നിർത്തി ഇപ്രകാരം, ഗുരു നിനക്കിങ്ങനെ ഭവിക്കരുത്, നീ ഇങ്ങനെ മരിക്കരുത്. കർത്താവായ യേശു പത്രോസിനെ നോക്കി പറഞ്ഞ കാര്യം
കാര്യമുണ്ട്. പോ സാത്താനെ. എന്തുകൊണ്ട് അത് പറയുവാൻ കാരണം? യേശു മനസ്സിലാക്കി ഈ ചിന്ത കൊണ്ടുവന്നത് ഈവൻ ദോ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, താൻ വളരെ സ്നേഹിക്കുന്നതും താൻ വളരെ കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണോ, എന്നാൽ ആ വ്യക്തിയിൽ കൂടെ കടന്നു വന്ന ചിന്ത സാത്താന്റെ ചിന്ത എന്നുള്ളത് യേശു ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. സാത്താന്റെ ചിന്ത എന്നുള്ളത് യേശു മനസ്സിലാക്കി. എന്നിട്ട് യേശു ക്രിസ്തു വീഴുവാനിടയായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം, വീഴുവാനുള്ള അനുകൂലമായിരിക്കുന്ന ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ കർത്താവായ യേശുവിന്റെ ജീവിതത്തിൽ വന്നിട്ടും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് യേശു അതിനകത്ത് ഒന്നിലും വീഴുവാനിടയായിത്തീർന്നില്ല. ഒന്നിലും വീഴുവാനിടയായിത്തീർന്നില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു സകലത്തിലും ആരായിട്ട് തന്നെ വെളിപ്പെടുത്തി, നീതിമാനായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ നെക്സ്റ്റ് വിഷയത്തിലേക്ക് അതുകൊണ്ട് നമുക്കുള്ള ഗുണം ഒരു വാക്യം ഞാനത് വായിപ്പിച്ചുകൊള്ളട്ടെ. എബ്രായലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ കുറിവാക്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം അതാണ്. നമുക്കുള്ള മഹാപുരുവിൽ നമുക്കുള്ള ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. എന്നിട്ടും എന്ത് ചെയ്തില്ല കർത്താവായ യേശു. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കരുണ കാണിപ്പാൻ യേശു മതിയായവൻ. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ താൻ ധരിച്ച ഉള്ളങ്കി തൻ്റെ നീതി എന്നുള്ള വസ്ത്രത്തെ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെയും ധരിപ്പിക്കുന്നത് ഈ നീതിയുടെ വസ്ത്രമാണ്. നമുക്ക് എവിടെ നമ്മൾ ശുശ്രൂഷയ്ക്ക് നിൽക്കണമെങ്കിലും ഒരു പ്രാഗൽഭ്യം ആവശ്യമാണ്. എവിടെ നിന്ന് ആരാ ഈ പ്രാഗൽഭ്യം തരുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രാഗൽഭ്യം തരുന്നത്? പ്രാഗൽഭ്യം ലഭിക്കുന്നത് രണ്ട് കാരണം. ഒന്ന്, നമ്മൾ തന്നെ അവിടെ നിൽക്കുവാൻ യോഗ്യരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എനിക്ക് നിൽക്കുവാൻ യോഗ്യതയില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും വെക്കേണ്ടതായിട്ട് വരും. കാരണം എനിക്ക് എന്നിൽ തന്നെ ആ കോൺഫിഡൻസ് ഇല്ല, എനിക്ക് എന്നിൽ തന്നെ ഉറപ്പില്ല. ഞാൻ ചിന്തിക്കുന്നു എനിക്കിവിടെ നിൽക്കുവാൻ സാധ്യമാകുന്നില്ല. രണ്ട്, അതിൻ്റെ പ്രോപ്പർ പ്രിപ്പറേഷനും ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ദൈവിക ശുശ്രൂഷ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്ന്, നമുക്ക് വേണ്ടത് ഒരു പ്രാഗൽഭ്യം വേണം. രണ്ട്, നമുക്ക് വേണ്ടത് പ്രിപ്പറേഷൻ വേണം. പ്രാഗൽഭ്യമുണ്ട്, പ്രിപ്പറേഷൻ ഇല്ല എങ്കിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പ്രിപ്പറേഷൻ ഉണ്ട്, പ്രാഗൽഭ്യമില്ലെങ്കിലും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും പ്രാഗൽഭ്യമുണ്ട്, അതിനനുസരണമായിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രതികൂലം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പോകട്ടെ, ഞാൻ മുൻപോട്ട് കടന്നു വരട്ടെ. ഇവിടെ ആവശ്യമായിരിക്കും നീതി എന്നുള്ള അങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് കൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ നീതി എന്നുള്ള അങ്കി ധരിപ്പിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പ്രാഗൽഭ്യമാണ് യേശുവിൻ്റെ നീതി എന്നുള്ള അങ്കി നമ്മുടെ മേലും ഇട്ടത്. എനിക്കും നിങ്ങൾക്കും ദൈവം എന്നെയും നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത് നീതിയുടെ അങ്കിയ. നിങ്ങൾ മനസ്സിലാക്കണം, 2 കൊരിന്ത്യർ 5:21, 2 കൊരിന്ത്യൻ ചാപ്റ്റർ 5:21, ആ വാക്യം എടുക്കേണ്ട കാര്യമില്ല. ആ വാക്യപ്രകാരം പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം. അപ്പോൾ എന്നിൽ ദൈവം തന്നിരിക്കുന്നത് ദൈവനീതിയാ തന്നിരിക്കുന്നത്. ഞാൻ എത്ര വലിയ പാപി ആയിക്കോട്ടെ, എത്ര വലിയ കുറ്റവാളി ആയിക്കോട്ടെ, സമൂഹം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെന്ന് എൻ്റെ ദൈവമേ ഞാൻ പാപം ചെയ്തുവെന്ന് പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, എന്നെ അവൻ ധരിപ്പിക്കുന്ന അങ്കി നീതിയുടെ അങ്കിയ. അവിടെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ യോഗ്യത കൊണ്ടല്ല ഈ അങ്കി ഞാൻ ധരിക്കുവാനിടയായി തരുന്നത്. പിന്നെ എന്നാൽ ഒരു കാര്യം മസ്റ്റാണ്, ഈ അങ്കി എന്നെ പൂർണ്ണമായിട്ട് മൂടേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ പുറപ്പാട് പുസ്തകം പുരോഹിതനെ ധരിപ്പിക്കുന്ന ഉള്ളങ്കി എന്ന് പറയുന്ന ആ വസ്ത്രത്തിൻ്റെ സെയിം എബ്രായ വേർഡാണ് ഉൽപ്പത്തി 3:21 നമുക്ക് കാണുന്നത്. ജെനസിസ് 3:21. യഹോവയായ ദൈവം ആദാമിനും ഹവ്വയ്ക്കും എന്ത് ചെയ്തു? തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ദൈവം അവരെ ഉടുപ്പിച്ചു. ഇവിടെ ക്ലോത്ത് എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ എബ്രായ വേർഡ്, ദ സെയിം വേർഡാണ് ഉള്ളങ്കി എന്നുള്ള വേർഡിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇവിടെ ക്ലോത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു കവർ, മൂടുക.
അതാണ് ഈ രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ആദമിനെ ഹവ്വയെയും എന്ത് ചെയ്തു? മൂടി. ഏത് സ്ഥാനത്താണ് മൂടിയത്? ആ മൂടിയത് അവരുടെ അവരുടെ നഗ്നത കൊണ്ട് അവർക്ക് നിൽക്കുവാൻ സാധിക്കാത്തതുകൊണ്ട്. ശ്രദ്ധിക്കുക, അവർ സ്വയമായിട്ട് അത്തിയില കൊണ്ട് ഒരാട ഉണ്ടാക്കി അവർ ഉടുക്കുവാനായിട്ട് കാരണമായി തീർന്നുവെങ്കിലും ദൈവത്തിൻ്റെ മുഖപ്രകാശം അവരുടെ മേൽ കടന്നു ചെന്നപ്പോൾ അവർ ഉണ്ടാക്കിയതായിരിക്കുന്ന അത്തിയില അത് വാടുവാനായിട്ട് കാരണമായി തീർന്നു. ശ്രദ്ധിക്കണേ, ഞാനീ പറയുന്ന വേർഡ്, അവരുണ്ടാക്കിയ തങ്ങളുടെ നഗ്നത മറപ്പാൻ അത്തിയില കൊണ്ട് അവരുണ്ടാക്കിയതായിരിക്കുന്ന ആട അത് അവർ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ നഗ്നതയെ മൂടി വെച്ചു, മറച്ചു വെച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം ആദമിൻ്റെയും ഹവ്വയുടെയും മുൻപിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ മുഖപ്രകാശം കൊണ്ട് അവർ ഉണ്ടാക്കിയതായിരിക്കുന്ന ഇവിടെ ആട് അത് വാടിപ്പോകുവാനായിട്ട് കാരണമായി. നിങ്ങൾ മനസ്സിലാക്കണം, മാനുഷിക കൈപ്പണിയായിട്ട് മറയ്ക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കപ്പെട്ട വസ്തു ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിന് മുൻപിൽ അത് വാടുവാനായിട്ട് കാരണം. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉയർത്ത ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഈ മാനുഷിക കരങ്ങളാൽ മാനുഷിക ചിന്ത കൊണ്ട് ദൈവം തങ്ങളുടേതായിരിക്കുന്ന നഗ്നത മറപ്പാൻ വേണ്ടി അവരുടെ കരം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന അത്തിയില കൊണ്ടുള്ളതായിരിക്കുന്ന ആ ഉടയാട, ആ വസ്ത്രം, ആ ദൈവത്തിൻ്റെ മുഖപ്രകാശം ആദമിൻ്റെ ഹവ്വയുടെ മേൽ ഉദിച്ചപ്പോൾ അത് വാടുവാനായിട്ട് കാരണമായി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മനുഷ്യൻ്റെ കൈപ്പണിയായിട്ട് പണിയുന്നതൊന്നും അവൻ്റെ നഗ്നതയെ മറപ്പാൻ കഴിവുള്ളതല്ല. മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം പ്രവർത്തനം ചെയ്താലും ആ ദിവസത്തിന് തൻ്റെ വസ്ത്രം മാറ്റിയാലും ഇതൊന്നും തൻ്റെ നഗ്നതയെ മറയ്ക്കുവാൻ പര്യാപ്തമല്ല. തൻ്റെ നഗ്നതയെ മറപ്പാൻ ദൈവത്തിൻ്റെ മുഖപ്രകാശം മേൽ ഉദിക്കുമ്പോൾ അതുവരെ ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം മേൽ ഉദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവിടെയാണ് തങ്ങളുടെ നഗ്നത കാണുവാനായിട്ടിടയായിത്തീരുന്നത്, തങ്ങളുടെ നഗ്നത മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത്. ആ നഗ്നത അവർ മനസ്സിലാക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ആദം ഒരു വാക്ക് പറഞ്ഞു, വാക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം തോലുകൊണ്ട് ആടകളെ ഉണ്ടാക്കി, വസ്ത്രങ്ങളെ ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, ഈ വസ്ത്രം എന്നുള്ളതിൻ്റെ എബ്രായ വേർഡ് മറയ്ക്കുക എന്നുള്ളതായിരിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒറിജിനൽ എബ്രായ വേർഡ് കടന്നു വന്ന അതിൻ്റെ വേർബ് കടന്നു വന്നിരിക്കുന്നത് അത് വെളിപ്പെടുത്തുന്നത് വേറൊരു വിഷയമാണ്. ടു മേക്ക് നേക്കഡ്, മറ്റൊന്നിനെ നഗ്നമാക്കി. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഭാഗം. ദൈവം ഇവരെ മറച്ചപ്പോൾ, ദൈവം ഇവരെ രണ്ടുപേരെയും ആടെ ഉടിപ്പിച്ചപ്പോൾ, ദൈവം ഇവരുടെ രണ്ടുപേരുടെയും നഗ്നത മറച്ചപ്പോൾ അതിനു മുൻപ് ദൈവം ഒന്ന് ചെയ്യേണ്ടി വന്നു. ഒന്നിനെ നേക്കഡ് ആക്കിയിട്ടാണ് ഇവിടെ മറപ്പിച്ചത്. എന്തിനെയാ നേക്കഡ് ആക്കിയത്? ഒരു മൃഗത്തെ എടുത്തിട്ട് അതിൻ്റെ തോല് ഉരിച്ചു, അതിനെ നേക്കഡാക്കി ഇവിടെ ഉടിപ്പിക്കുവാനായിട്ട്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വേർഡ്, ഒന്നിനെ ദൈവം നേക്കഡാക്കി, മറ്റൊന്നിനെ ദൈവം കവർ ചെയ്തു. ആരെയാ ദൈവം കവർ ചെയ്തത്? ആദമിനെ ഹവ്വയെയും കവർ ചെയ്തു. എന്തിനെയാ നേക്കഡാക്കിയത്? ഒരു മൃഗത്തെ നേക്കഡാക്കി, ഒരു മൃഗത്തെ അതിൻ്റെ തോൽ ഉരിച്ചെടുത്ത് അതിനെ നഗ്നമാക്കി. അതാണ് അവിടെ വിഷയം കൊടുത്തിരിക്കുന്നത്. ഒന്നിനെ നഗ്നമാക്കിക്കൊണ്ട് മറ്റൊന്നിനെ മറയ്ക്കുവാനായിട്ട് കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സാക്ട്ലി ദ സെയിം വേർഡ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി മറയ്ക്കുവാൻ കാരണമായി. ദൈവം നമ്മുടെ മേൽ ധരിപ്പിച്ചതായിരിക്കും നീതിയുടെ വസ്ത്രം. ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് മറ്റൊന്നിനെ നഗ്നമാക്കി എന്നെ ഒന്ന് ഉടുപ്പിച്ചു. എന്തുവാ നഗ്നമാക്കിയെന്നറിയാമോ? നഗ്നമാക്കിയത് ആ ഗോൽഗൊത്ത കുന്നിൽ നോക്കിയാൽ അറിയാം. 3 നാണികളാൽ നഗ്നനായിട്ട് കിടക്കുന്നതായിരിക്കുന്ന ഒരു അരുമനാഥൻ. എന്തിനാ നഗ്നമാക്കിയെന്നറിയാമോ? എന്നെ ഒന്ന് ഉടുപ്പിക്കുവാൻ തക്കവണ്ണം, എന്നെ ഒന്ന് കവർ ചെയ്യുവാൻ തക്കവണ്ണം ഒന്നിനെ നഗ്നമാക്കി എന്നെ അവൻ ഉടുപ്പിച്ചു. അന്ന് ആദമിൻ്റെ ജീവിതത്തിൽ ഒരു മൃഗത്തെ നഗ്നമാക്കി ദൈവം ആദമിനെ ഉടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ആദമിന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനുള്ള പദവി ആദമിന് ലഭിച്ചു. ഇന്ന് അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം നഗ്നനാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നെ ആ നീതിയുടെ അങ്കി ധരിപ്പിക്കുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അങ്കി ഞാൻ ധരിച്ചിരിക്കുമ്പോൾ, ഈ നീതിയുടെ വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുമ്പോൾ ഒന്നോത്തോടെ മറ്റൊന്നിനെ നഗ്നമാക്കിയിട്ടാണ് എന്നെ ഇത് ധരിപ്പിക്കുവാൻ കാരണമായി തീർന്നത്. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഈ വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. ഒന്ന്, അത് ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നത്.
അത് കംപ്ലീറ്റ് ശരീരത്തെ മൂടേണ്ടതാ. എന്താ മൂടേണ്ടത്? നീതി മമ്മെ പരിപുടമാടുമ്പോൾ. രണ്ട് നമ്മൾ ചിന്തിച്ച് വന്നത് ഈ വസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്. ഇത് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? ഒന്ന് നഗ്നമാക്കി, മറ്റൊന്നിനെ മറപ്പിച്ചു. ഈ വസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രാധാന്യത, അതിനുവേണ്ടി യെഹെസ്കേൽ 44 അധ്യായം 18 വാക്യം, യെഹെസ്കേൽ ചാപ്റ്റർ 44 വേഴ്സ് 18. അവരുടെ തലയിൽ ശണം കൊണ്ടുള്ള തലപ്പാവും വിയർപ്പുണ്ടാകുന്ന യാതൊന്നും. യെസ്, ഇവിടെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ വളരെ കെയർഫുൾ ആകണം. ദൈവവേലക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ദൂതാണിത്. ഇവിടെ പറയപ്പെടുന്ന ഭാഗമെന്ന് പറയുന്നത്, ദൈവം അവരോട് പറഞ്ഞു ലിനൻ കൊണ്ടുള്ളതായിരിക്കുന്ന കോട്ടാണ് അവർ ധരിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു ആട്ടുരോമം കൊണ്ടുള്ളതൊന്നും അവരെന്ത് ചെയ്യരുത്, ധരിക്കരുത്. അതിൻ്റെ കാരണം ദൈവം അവിടെ താഴെ പറഞ്ഞു. എന്താ അവിടെ പറഞ്ഞത്? നെക്സ്റ്റ് വേഴ്സ്, ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചാട്ട്. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും. അപ്പോൾ ഇവിടെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പ്രാധാന്യത ദൈവം അവിടെ കൊടുത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഇവർ ഫൈൻ ലിനൻ ധരിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചത്? അവിടെ പറയുന്നു വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും നീ എന്ത് ചെയ്യരുത്, ധരിക്കരുത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിനൻ കുപ്പായത്തിൻ്റെ പ്രാധാന്യത ഇത് എന്ത് ചെയ്യുന്നതല്ല, ഇത് ശരീരത്തിലെ വിയർപ്പ് വെളിപ്പെടുത്തി. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ പറഞ്ഞ വേർഡ് ശരീരത്തിൻ്റെ വിയർപ്പ് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം പുരോഹിതനോട് കൽപ്പന കൊടുക്കുമ്പോൾ പറയുകയാണ്, അവൻ അകമേ ധരിക്കേണ്ട ഉള്ളങ്കിയാണ് പഞ്ഞിനൂൽ കൊണ്ടായിരിക്കണം. പഞ്ഞിനൂൽ കൊണ്ടുള്ള ഉള്ളങ്കി എന്തുകൊണ്ട് ധരിക്കണം? ദൈവോട് താഴെ പറയുന്നു വിയർപ്പുണ്ടാകുന്ന ഒന്നും അവൻ ശരീരത്തെ ധരിക്കരുത്. അപ്പോൾ വിയർപ്പുണ്ടാക്കുന്ന ഒന്നും ശരീരത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിലേക്ക് പുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ പുരോഹിതൻ വെറുതെ നിൽക്കുവാനല്ല കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ? ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവ സാന്നിധ്യത്തിൽ കടന്നു ചെല്ലുമ്പോൾ പുരോഹിതൻ ശുശ്രൂഷയുടെ മധ്യത്തിൽ എന്ത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല? വിയർപ്പ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് വിയർപ്പ് വെളിപ്പെടുന്നത്. വിയർപ്പ് വെളിപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ഒരല്പം എഫേർട്ട് എടുക്കുന്നു. എന്നാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ വിയർപ്പ് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം